ത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന വിഷയം നമ്മുടെ നടപ്പ് അഥവാ ജീവിതം എന്നതിനെക്കുറിച്ചാണ്. അതിനാധാരമായി ഒരു വചനം വായിക്കട്ടെ. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നടപ്പ് ജീവിതത്തെ കാണിക്കുന്നു. യേശു നല്ലൊരു മാതൃക നമുക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ മാതൃക നാം പിൻപറ്റുവാൻ തയ്യാറാകണമെന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആ മാതൃക പ്രകാരമാകണം നാം മുന്നോട്ട് പോകുന്നത്. സമാഗമന കൂടാരത്തിൽ ദൈവം ഇറങ്ങി വസിക്കുവാൻ അതിൻ്റെ വളരെ വ്യക്തമായ അളവും നീളവും ഉയരവും ഒക്കെ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ഥലത്ത് ഇന്നത്, ഇന്ന സ്ഥലത്ത് ഇന്നത് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് പണിയുവാൻ തക്കവണ്ണം ഹൂരിൻ്റെ മകനായ ബെസലേലിന് ദിവ്യജ്ഞാനവും ദിവ്യാത്മാവിനാലും അവനെ നിറച്ചു. ഞാനും ദൈവത്തിൽ വസിക്കുന്ന ഒരു ദൈവവിതലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് വളരെ വ്യക്തമായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊമ്പ് മുന്തിരികളിൽ വസിക്കുന്നു എങ്കിൽ വളരെ ഫലം കായ്ക്കും. നമ്മൾ ഫലം കായ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ക്രിസ്തു നടന്നതുപോലെ അല്ല നടക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിനും മനുഷ്യർക്കും ബോധിച്ച ഒരു ജീവിതം നയിപ്പാൻ, എല്ലാറ്റിലുപരി ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ ദൈവാത്മാവിൽ നിറഞ്ഞവരായി വേണം നാം ജീവിപ്പാൻ എന്ന് നാം വളരെ ശ്രദ്ധിക്കണം. യേശു ലോകത്തിലായിരുന്നപ്പോൾ ആത്മാവിലാണ് ജീവിച്ചത്, ആത്മാവിലാണ് സംസാരിച്ചത്. പിതാവ് എന്ത് പറയുന്നു? പിതാവ് തനിക്കൊരു മാതൃക വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് യേശു ഈ ലോകത്തിലായിരുന്നത്. തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലും അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ ഞാൻ പറയട്ടെ, ആത്മാവിനെ അനുസരിച്ച് വെളിച്ചത്തിലാണ് യേശു നടന്നത്. ഇരുളിൻ്റെ പ്രവൃത്തി ഒന്നും യേശുവിലില്ലായിരുന്നു. അതുകൊണ്ട് നമ്മിൽ ഇരുളിൻ്റെ പ്രവൃത്തി ഉണ്ടാകുവാനേ പാടുള്ളതല്ല. വളരെ ശ്രദ്ധിച്ച് വേണം. ജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി തന്നെ നടപ്പാൻ നോക്കുവിൻ എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. നാം ഈ ദിവസങ്ങളിൽ യേശു കാണിച്ച ആ മാതൃക പ്രകാരമാണോ നാം മുന്നോട്ട് പോകുന്നത്? അപ്പോസ്തലനാകുന്ന പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ താൻ പറയുകയാണ്, പുനരുദ്ധാന ശക്തി എനിക്കൊന്ന് അനുഭവിച്ചറിയണം. ഞാൻ അതുകൊണ്ട് പുറകിലുള്ളതൊക്കെ ചപ്പും ചവറുമായി എണ്ണുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിൽ വസിക്കണം, അവനിൽ വസിക്കണം. കൊമ്പ് മുന്തിരികളിൽ വസിച്ചിട്ടേ ആ കൊമ്പിന് നല്ല ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ ക്രിസ്തുവിൽ നമുക്ക് വസിക്കണം. നാം എന്തുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കണമെന്ന് ചോദിച്ചാൽ ഈ 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുന്നത് 13-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നമുക്ക് ഈ പ്രമാണം അനുസരിക്കണമെന്ന് നമ്മോട് ദൈവം കൽപ്പിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു നിത്യജീവനുണ്ട്. മരണം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. മരണത്തിൽ നിന്ന് ഒരു ഉയർപ്പ് നമുക്കുണ്ട്. ആ ഉയർപ്പോടുകൂടെ, ആ പുനരുദ്ധാനത്തോടു കൂടെ നാം നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. നിത്യജീവൻ തരികയാണ്, ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ യേശുവിന് നിത്യജീവൻ ഉള്ളതുപോലെ നമുക്കും നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു. നാം ശ്രദ്ധിക്കണം. നാം യേശുവിനോട് സദൃശ്യന്മാരാകണമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നാം യേശു നടന്നതുപോലെ നടക്കണം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം.
വെറുതെ നമുക്ക് അവനിൽ വസിക്കുന്നു എന്ന് പറയാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ യേശു നടന്നതുപോലെ പാപത്തോടുള്ള ബന്ധത്തിൽ, ലോകത്തോടുള്ള ബന്ധത്തിൽ, ജഡത്തോടുള്ള ബന്ധത്തിൽ യേശു ഒരു കൂട്ടായ്മയും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സംസർഗവും ഇല്ലായിരുന്നു. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി. ഗെത്സമനയിൽ പോലും യേശു പ്രാർത്ഥിക്കുന്നത്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമെന്നിൽ നടക്കണം എന്നതാണ്. നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഞാൻ അങ്ങ് നടന്നതുപോലെ നടക്കുവാൻ ഉള്ള കൃപ, ജീവിപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയിൽ വസിക്കുന്ന ഞങ്ങൾ അങ്ങ് നടന്നതുപോലെ, അങ്ങ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമീൻ. യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താൽ